പൊക്കോട്ടെ, അവർക്കെല്ലാം ഇഷ്ടപ്പെടുമായിരിക്കും. താങ്ക് യു. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പും കോളനിയുടെ ഗ്രൂപ്പും അപ്പാർട്ട്മെന്റ് ഗ്രൂപ്പും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. താങ്ക് യു, താങ്ക് യു. Fantastic fantasy film. കാരണം ആർക്കും ഒരു ശകലം ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ യു റിയലി എൻജോയ്, യു ഫീൽ നമ്മൾ ജീവിക്കുന്ന പോലെയാണ്. റിയലി നൈസ്. Everyone, you all did very well. Okay, God. നിന്റെ ടൈമാണെന്ന് തോന്നുന്നു. ഡെഫിനറ്റായിട്ട് ഇന്നിപ്പോൾ ഈ കാണുന്ന ഈ ക്രൗഡ് പോലെ തന്നെ നാളത്തെ റിലീസസിന് ഫീൽ ഗുഡ്. താങ്ക് യു. ഞാൻ ഈ സിനിമയുടെ ചെറിയൊരു ഭാഗമാണ്. പക്ഷെ ഞാൻ ഇന്നാണ് സിനിമ ശരിക്കും മുഴുവനായിട്ട് കാണുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൈജന്റെയും സന്ദേശന്റെയും ശ്രീലക്ഷ്മിന്റെയും ഐഷാക്കിന്റെയും എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര രസമുണ്ട്. മോള് എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു കുഞ്ഞു സിനിമയാണ്, പക്ഷെ ഒരുപാട് മെസ്സേജസും മീനിങ്ങും ഉള്ള ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അത് ഇപ്പം കണ്ടവർക്കൊക്കെ ഇഷ്ടമായെന്നാണ് പറഞ്ഞത്. കൂടുതൽ നമ്മുടെ ആൾക്കാരാണ്. പക്ഷെ ഉറപ്പായിട്ടും ഇത് നാളെ കഴിഞ്ഞ് മറ്റന്നാ 5th തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഫാമിലി ആയിട്ട് ഒരു എന്താ പറയാ, ഇപ്പൊ ഒരാൾ പറഞ്ഞു ഹൃദയത്തിൽ ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവർക്കും അതേ രീതിയിൽ തന്നെ ഇത് ഹൃദയത്തിൽ നിന്ന് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട്. അപ്പം അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. മോളെന്താ പറയാനുള്ളത്? മോക്കെന്താ പറയാനുള്ളത്? എല്ലാവരോടും കാണാൻ വേണ്ടി ദൈവത്തിന് എന്തെങ്കിലും മൈക്കോണാക്കോ അങ്കിത് മൈക്ക് കണക്ഷൻ ഓണാക്കാവോ? മൈക്ക് കണക്ഷൻ ഓണാക്കാവോ? എല്ലാവർക്കും നമസ്കാരം. സിനിമ ഇത്ര നേരം കണ്ട് ആസ്വദിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവരുടെ ചേട്ടനും സാറൊക്കെ പറഞ്ഞു തന്നെ നന്നായിട്ട് പോകുന്നത്. ശരിക്കും അവസാനമൊക്കെ ശരിക്കും കണ്ണൊക്കെ നിറയും. വിഷ്വൽസ് ആർ ബ്യൂട്ടിഫുൾ. ശരിക്കും നന്നായിട്ട് കണ്ടല്ലേ കണ്ടില്ലേ? വിശ്വാസമുള്ളവരും നിരീക്ഷകരുള്ളവരും ഒക്കെ കേട്ട സിനിമയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈശ്വരൻ ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല പറയണത്. നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ ഇന്നർ സെൽഫ്, അതായത് നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യരെ നമ്മൾ നന്നാക്കുക, നമ്മുടെ ജീവിതത്തിൽ നല്ല സംഭവിക്കുക. അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഫാന്റസി സിനിമയിലൂടെ ഈ ഒരു മെസ്സേജാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരും സൈലൻ്റായി ഇരിക്കുമ്പോൾ മനസ്സിലായി ആ സിനിമയ്ക്കാർ തിരിച്ചാണ്. ആ സിനിമ വളരെ മികച്ചതായിട്ട് തിരിച്ചുകൊണ്ട് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അതിനാണൊരു ഡയറക്ടറുടെ
ഉറപ്പല്ലേ? സണ്ണിയുടെയും സൈജന്റെയും പെർഫോമൻസ് അപർണയുടെയും അല്ല ഇതെന്നാണ് ഈ പറഞ്ഞ തന്നെയാണ് സിനിമ ഇപ്പോൾ മറ്റന്നാളായിട്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നമുക്ക് സിനിമ വന്ന് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഉറപ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പം അങ്ങനെ ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട്. പക്ഷെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരണം, അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അത് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നതാണ്. വേർഡ് ഓഫ് മൗത്താണ് ബേസിക്കലി. കണ്ടിഷ്ടപ്പെട്ടുള്ളവർ സത്യസന്ധമായിട്ട് എല്ലാവരോടും പറയുകയാണെങ്കിൽ ആൾക്കാർ അത് ഒരു കുടുംബചിത്രമാണ് ബേസിക്കലി. അല്ലാത്ത അതുപോലെ എല്ലാവർക്കും കണക്റ്റ് ആവും. പക്ഷെ എന്നാലും ഒരു ഫാമിലി ആയിട്ട് പോയിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഞാൻ ആക്ച്വലി ഈ സിനിമ ഇന്ന് കണ്ടത് ഒരു ഓഡിയൻ ആയിട്ടാണ്. കാരണം ഞാൻ ത്രൂഔട്ട് ഈ സിനിമയിലില്ല, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലാണ് വരുന്നത്. അപ്പോൾ ഞാനിത് ഒന്നും അറിയാത്ത ഒരാൾ കാണുന്ന പോലെയാണ് കണ്ടത്. അപ്പോൾ എനിക്ക് പേഴ്സണലി അത് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അതുപോലെ എനിക്ക് തോന്നുന്നു ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് കാണുന്നില്ല, ഇഷ്ടപ്പെടേണ്ടതാണ്. മറ്റന്നാൾ ഇറങ്ങും. അപ്പോൾ എല്ലാവരും നിങ്ങളെ കൂടെ തന്നെ ഇത് എല്ലാവരിലേക്ക് എത്തിക്കണം. നല്ലൊരു സിനിമയാണ്. മാക്സിമം സപ്പോർട്ട് വേണം. എനിക്ക് അവസാനം അത് ഇതിന് മുമ്പ് ഡബിങ്ങിന് കണ്ടപ്പോൾ ഞാനൊരു 3-4 പ്രാവശ്യം ആ സീക്വൻസ് കണ്ടിരുന്നു. പക്ഷെ ആർക്കായാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കുറച്ച് ഇമോഷണൽ ആണല്ലോ. നിങ്ങൾക്ക് കറച്ചിൽ വന്നു ഇഷ്ടപ്പെട്ടു കണക്ട് ചെയ്തു. എല്ലാ ടൈപ്പ് ഓഡിയൻസ്, കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർ, യൂത്തും കൂടെ എല്ലാ ടൈപ്പ് ഓഡിയൻസും നമ്മൾ അതുകൊണ്ടാണ് ഫാന്റസി കുറേ എല്ലാ ടൈപ്പ് ഇമോഷൻസും കൂടെ താങ്ക് യു. അപ്പോൾ എല്ലാവരും ജൂൺ 5-ാം തീയതി പറഞ്ഞാണ്. കേരളത്തിൽ പിന്നെ പെട്ടെന്ന് നമ്മളുടെ കുറേ പേര് എല്ലാം ദൈവം മനുഷ്യർക്ക് എപ്പോഴും തന്റെ പ്രവൃത്തിയിൽ ഒരു ഭയവും കോൺഫ്ലിക്റ്റും അറിയാതെ നമ്മൾ ദൈവം